കേരളത്തിലെ എക്സൈസ് വകുപ്പും ബാർ ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തിയ ഒന്നായിരുന്നു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ ഓപ്പറേഷൻ ബാർകോഡ്. എക്സൈസ് ബാർ മാഫിയ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ മദ്യവിൽപ്പന രംഗത്ത് നടക്കുന്ന ഗുരുതരമായ നിയമലംഘനങ്ങളും അഴിമതികളും പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടത്തിയ സുപ്രധാന നീക്കമായിരുന്നു ഓപ്പറേഷൻ ബാർകോഡ് എന്നത്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പും സ്വകാര്യ ബാറുകളും തമ്മിൽ നിലനിൽക്കുന്ന രഹസ്യ ഇടപാടുകളും നിയമവിരുദ്ധമായ പണമിടപാടുകളും ഈ പരിശോധനയിലൂടെ പുറം ലോകം അറിഞ്ഞു. ജനങ്ങളെ വിശ്വസിപ്പിച്ച് നടത്തുന്ന ഒരു സർക്കാർ സംവിധാനം എങ്ങനെ സ്വകാര്യ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറി. വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ ഏറ്റവും ഭീകരമായ സത്യം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ബാർ ഉടമകൾ നൽകുന്ന മാസപ്പടി അഥവാ കൃത്യമായ ഇടവേളകളിൽ നൽകുന്ന കൈക്കൂലിയാണ്. ആലപ്പുഴയിലെ ഒരു പ്രമുഖ ബാറിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസിന് ലഭിച്ച ഡയറിയും രജിസ്റ്ററും ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. 3,56,000 രൂപ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തതിന്റെ കൃത്യമായ കണക്കുകൾ ആ ബാറിലെ മാനേജർ തന്റെ ഉടമയ്ക്ക് വാട്സ്ആപ്പ് സന്ദേശമായി അയച്ചിരുന്നു. വെറും ഒരു ആരോപണത്തിനപ്പുറം ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഈ അഴിമതി പിടിക്കപ്പെട്ടു എന്നത് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി. ഡെപ്യൂട്ടി കമ്മീഷണർ മുതൽ താഴെത്തട്ടിലുള്ള സിവിൽ എക്സൈസ് ഓഫീസർമാർക്ക് വരെ ഈ പണം വീതിച്ചു നൽകിയിരുന്നു എന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ പരിശോധന നടത്താതിരിക്കാനും നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനും നൽകുന്ന സംരക്ഷണ തുകയാണിത്. സാധാരണക്കാരായ മദ്യപാനികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കണ്ടെത്തൽ ബാറുകളിൽ അളവ് കൃത്രിമമാണ്. പല ബാറുകളിലും നിശ്ചിത അളവിൽ കുറവ് മദ്യമാണ് ഗ്ലാസുകളിൽ വിളമ്പുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിലെ പ്രതീക്ഷ ബാറിൽ നടന്ന പരിശോധന ഇതിന് തെളിവാണ്. 60 മില്ലി അളവ് പാത്രത്തിന് പകരം 48 മില്ലി മാത്രം പിടിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. 30 മില്ലിക്ക് പകരം 24 മില്ലി മാത്രമുള്ള പാത്രങ്ങൾ. ഇതിലൂടെ ഓരോ പെഗ്ഗിലും ഏകദേശം 12 മില്ലിയോളം ലാഭം ബാർ ഉടമകൾ കൊള്ളയടിക്കുന്നു. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ബാറുകളിൽ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ലാഭമാണ് ഉണ്ടാക്കുന്നത്. മദ്യപാനികൾക്ക് ലഹരി കയറി തുടങ്ങിയാൽ അവർ അളവ് ശ്രദ്ധിക്കാറില്ല എന്ന സാഹചര്യം മുതലെടുത്താണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ സഹായത്തോടെ വിജിലൻസ് ഇത്തരം ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ അബ്കാരി നിയമപ്രകാരം ബാറുകൾ പ്രവർത്തിക്കേണ്ടതിന് കൃത്യമായ സമയക്രമമുണ്ട്. സാധാരണയായി രാവിലെ 11 മണിക്ക് തുറന്ന് രാത്രി 11 മണിക്ക് അടയ്ക്കണമെന്നാണ് നിയമം. എന്നാൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഭൂരിഭാഗം ബാറുകളും രാവിലെ 10 മണിക്ക് തന്നെ കച്ചവടം ആരംഭിക്കുന്നു എന്നാണ്. അതുപോലെ രാത്രി 11 മണി കഴിഞ്ഞും പിൻവാതിലിലൂടെയും മറ്റ് കച്ചവടം തുടരുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ അത് തടയേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി ലഭിക്കുന്നതിനാൽ അവർ ഇതിന് മൗനാനുവാദം നൽകുകയാണ്. വെബ്കോ വഴി വാങ്ങുന്ന മദ്യത്തിന് പുറമെ നിയമവിരുദ്ധമായി എത്തിക്കുന്ന സെക്കൻഡ്സ് മദ്യത്തിന് വിൽപ്പനയും സംസ്ഥാനത്ത് വ്യാപകമാണെന്ന് ഓപ്പറേഷൻ ബാർകോഡ് സൂചന നൽകുന്നു. മിക്ക ബാറുകളും കൃത്യമായ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല. എത്ര മദ്യം വന്നു, എത്ര വിറ്റുപോയി എന്നതിന് കൃത്യമായി കണക്കില്ലാത്തത് വഴി സർക്കാരിന് ലഭിക്കേണ്ട ഭീമമായ നികുതി പണം നഷ്ടപ്പെടുന്നു. പല ബാറുകളിലും QR കോഡ് പരിശോധിച്ചപ്പോൾ മറ്റു ജില്ലകളിലേക്ക് അനുവദിച്ച മദ്യം അവിടെ വിൽക്കുന്നതായും കണ്ടെത്തി. ഇത് വിതരണ ശൃംഖലയിലെ അഴിമതിയാണ് സൂചിപ്പിക്കുന്നത്. പരിശോധനയുടെ ഭാഗമായി ചില എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിജിലൻസ് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. വയനാട് കൽപ്പറ്റയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലേക്ക് കാരണമില്ലാതെ 3 ലക്ഷത്തിലധികം രൂപ എത്തിയത് അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് ബാർ ഉടമകൾ നൽകിയ കൈക്കൂലിയാണെന്നാണ് സംശയിക്കുന്നത്. പല ഉദ്യോഗസ്ഥരും തങ്ങളുടെ ബന്ധുക്കളുടെ പേരിൽ ബാർ ഉടമകളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായും വിവരമുണ്ട്. മദ്യക്കുപ്പികളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഏർപ്പെടുത്തിയ QR കോഡുകൾ സ്കാൻ ചെയ്തപ്പോൾ പലയിടത്തും പൊരുത്തക്കേടുകൾ കണ്ടെത്തി. കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അനുവദിക്കപ്പെട്ട ബ്രാൻഡിൽ നിന്നും വിഭിന്നമായ വിവരങ്ങളാണ് സ്കാനിങ്ങിൽ ലഭിച്ചത്. ഇത് QR കോഡ് സംവിധാനത്തിലെ സാങ്കേതിക പിഴവാണോ അതോ വ്യാജ ലേബലുകൾ ഒട്ടിച്ചതാണോ എന്ന് കണ്ടെത്താൻ വിശദമായ ലാബ് പരിശോധനകളും ആവശ്യമാണ്. ബാറുകളിൽ വിൽക്കുന്ന മദ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് എക്സൈസ് വകുപ്പിന്റെ ചുമതലയാണ്. എന്നാൽ മാസപ്പടി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും സാമ്പിളുകൾ ശേഖരിക്കാറില്ല. വ്യാജ മദ്യമോ വീര്യം കൂടിയ ലഹരി വസ്തുക്കളോ കലർന്ന മദ്യം വിൽക്കാനുള്ള സാധ്യത ഇത്തരം വീഴ്ചകൾ വഴി ഉണ്ടാകുന്നുമുണ്ട്. ഇത് പൊതുജന ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഓപ്പറേഷൻ ബാർകോഡ് വെറും ഒരു മിന്നൽ പരിശോധനയല്ല, മറിച്ച് കേരളത്തിലെ എക്സൈസ് വകുപ്പിലെ പുഴുക്കുത്തുകൾ പുറത്തു കൊണ്ടുവന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തകർക്കാൻ കർശനമായ നിയമ നടപടികളും ആവശ്യമാണ്. ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന മാസപ്പടിയും ഉപഭോക്താക്കളെ അളവിൽ വഞ്ചിക്കുന്ന രീതിയും അവസാനിപ്പിക്കാൻ വിജിലൻസ് അന്വേഷണം കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട്. സർക്കാരിന് ലഭിക്കേണ്ട നികുതി വരുമാനം ചോർത്തുന്നതിനൊപ്പം സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന ഈ മാഫിയ ബന്ധത്തിനെതിരെ ശക്തമായ നടപടികളാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനും നിയമലംഘനം നടത്തുന്ന ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കാനും സർക്കാർ തയ്യാറാകണം.